സ്നേഹം കൊടുത്തും കൊതിച്ചും അവൾ പെയ്തൊഴിയാതെ ജൂൺ 30 മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. അമ്മയ്ക്ക് നിത്യമോള് തന്നെ കാപ്പി തരണോന്ന്. അതാ എനിക്ക് സന്തോഷം. പ്രഭമോളെ, നിത്യമോൾക്ക് ഓർമ്മ കിട്ടാനുള്ള ചികിത്സ ഇനി തുടങ്ങണം. അതിനുള്ള ചികിത്സ ഉടനെ തുടങ്ങും. അതിനുള്ള ആലോചനയിലാണ് ഞാനും ശരത്ത് മോനും. കുറച്ച് ബ്രഹ്മി അരച്ച് കലക്കി കൊടുത്താലോ എന്ന് ഞാൻ ഓർക്കുക. ആർക്കാ അമ്മ ബ്രഹ്മി? അമ്മയ്ക്കാ? നിത്യമോൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടാനെന്ന്. ഏയ്, അതൊന്നും വേണ്ട. അതെ, നമുക്ക് ശാസ്ത്രീയമായ ചികിത്സാ രീതികൾ മതി. എന്നാ പിന്നെ നമുക്ക് അമേരിക്കയ്ക്ക് പോവാം. അമ്മേ, ഈ 18-19 മണിക്കൂർ എങ്ങനെ അമ്മ ഫ്ലൈറ്റിനകത്ത് ഇരിക്കും ഈ നടുവേദനയും വെച്ചിട്ട്? ഒറ്റയിരിപ്പൊന്നും അല്ലല്ലോ, ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങ് ഇറങ്ങി നടക്കും. എവിടെ? മേഘങ്ങൾക്കിടയിലൂടെ. ദേ മനോഹര, വല്ലതുമൊക്കെ ഞാൻ. നിത്യയുടെ അച്ഛൻ ഇരിക്ക്. എനിക്ക് മുട്ടുമടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതാ നിൽക്കുന്നേ. ഓ, എന്ന് അല്ല, നിത്യ എഴുന്നേറ്റ സ്ഥിതിക്ക് നമുക്ക് കല്യാണക്കാരിയുമായിട്ട് മുന്നോട്ട് പോവാം അല്ലേ? അതിന് നിത്യക്ക് പൂർണ്ണമായിട്ടും ഭേദമായിട്ടില്ലല്ലോ. എന്റെ കല്യാണ കാര്യത്തില് നിങ്ങൾ ഇടപെടണ്ട. നിത്യ ശരത്തുമായിട്ടുള്ള കല്യാണക്കാര്യത്തിൽ അഭിപ്രായം പറയാൻ ദേവിക ആരാ? ഒരു കല്യാണ തലേന്നാ കൊച്ചിനെ ഒരു വഴിക്കാക്കിയത്. നിത്യയുടെ അച്ഛനൊന്നും പറഞ്ഞില്ല. കല്യാണം നടത്തണം, നടത്തിയേ പറ്റൂ. അതിനു മുമ്പേ ശരത്ത് മോന്റെ ആ പണി തീർന്ന വില്ലയുടെ പാലുകാച്ചൊന്ന് കൂടണം. ഇപ്പോഴാകുമ്പോ ചൂട്ട് കത്തിക്കാൻ ശരത്ത് മോന്റെ അമ്മയുണ്ടല്ലോ. നടത്താം, നടത്തിയല്ലേ പറ്റൂ. അച്ഛാ, തമിഴ്നാട്ടിലെ തണ്ണിമത്തൻ തോട്ടവും സൂര്യകാന്തി പാടവും. അയ്യോ, ഞാനതങ്ങ് മറന്നു. പറയാം, നമുക്കെന്നാലേ അവിടം വരെ ഒന്ന് പോവാ അല്ലേ ശരത്ത് മോനെ? ഒരു യാത്രയൊക്കെ നല്ലതാ. ചിലപ്പോ നിത്യക്കുട്ടിക്ക് ഈ യാത്രയിൽ നഷ്ടപ്പെട്ടു പോയ ഓർമ്മ തിരിച്ചു കിട്ടിയാലോ? അതെ. പോന്നേന് എന്താ?